Hello guys, welcome back. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 58ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീൻ കറി മീൽസ് ആണ്. പിന്നെ ഇന്നത്തെ റെസിപ്പീസിൽ ഒന്നിലും തേങ്ങ ഉപയോഗിച്ചിട്ടില്ല. എല്ലാ റെസിപ്പീസും ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം അപ്പം നമുക്ക് മത്തിയും കൊണ്ടൊരു മൊളോഷ്യം ഉണ്ടാക്കാം. അതിനായിട്ട് മത്തി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മീനിൽ പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, പിന്നെ പുളി വെള്ളവും സാധാരണ വെള്ളവും കൂടി ചേർത്തിട്ട് ഈ കറീനെ ഒന്ന് അടുപ്പത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മീൻ ഒന്ന് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പുളിശ്ശേരിയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്താ വെച്ചാൽ കുറേ വീഡിയോസിൽ ഞാനിത് കാണിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് അടുപ്പത്ത് വെച്ചത്. അപ്പം മീൻ വെന്ത് കറി കുറുക്കി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റാം. ഇനി ചീരയുടെ തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് കടുകും കുറച്ച് അരിയും കൂടി നന്നായിട്ട് പൊട്ടുന്ന വരെ വറുത്തെടുത്തിട്ട് അതിലേക്ക് ചതച്ച വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചീര പച്ചച്ചീരയാണ് ഞാൻ ഉപയോഗിച്ചത്. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ചീര നന്നായി വെന്ത് വരുന്ന വരെ നമ്മളൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ തേങ്ങ ചേർക്കാണ്ട് ഇങ്ങനെ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്തിട്ട് ഇത് എടുക്കാം. അപ്പോൾ ഇന്നത്തെ മെനു റെഡി ആയിട്ടുണ്ട്. മെനുവിൽ പുളിശ്ശേരിയും മത്തി മുളോഷ്യം കുറച്ച് ചീരത്തോരനുമാണ്. അപ്പോൾ ഈ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ മെനുവുമായി വരുന്നവരെ ബൈ.